വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ നമ്മുടെ LGSന്റെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്ന് പറഞ്ഞിട്ട് സിലബസിൽ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് PSCയിൽ ചോദിച്ചേക്കണേ, നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള 10th പ്രിലിംസ് എക്സാമിന് ചോദിച്ചേക്കണേ ആ ചോദ്യങ്ങളാണ് കേട്ടോ. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? എല്ലാവർക്കും അറിയാം, ജൂൺ 5-നെ ലോക പരിസ്ഥിതി ദിനം എന്ന് വിളിക്കുന്നു. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കാൻ 2015 ഏപ്രിൽ 1-ന് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? ആ പദ്ധതിയുടെ പേര് ഫെയിം ഇന്ത്യ എന്നാണ്. സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള അന്തരീക്ഷ വായുവിലെ ഘടകം ഏതാണ്? ആ ഘടകത്തിന്റെ പേര് ഓസോൺ എന്നാണ്. അടുത്തത്, സൂര്യനിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷത്തിലെ പാളി ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഓസോൺ പാളിയാണ്. ഏതാണ്? ഓസോൺ പാളിയാണ് എന്ന് പറയും. ഇനി ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന അന്തരീക്ഷ കവചം ഏതാണ്? അതും എന്തുതന്നെയാണ്? ഓസോൺ പാളി തന്നെയാണ് കേട്ടോ. ഇനി ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ കാണാത്തതിന്റെ കാരണം എന്തുകൊണ്ട്? ഓസോൺ തന്മാത്രകൾക്ക് സാന്ദ്രത കുറവായതുകൊണ്ട്. ഓസോൺ തന്മാത്രകൾക്ക് സാന്ദ്രത കുറവായതുകൊണ്ട്. ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ഏതു ഘടകമാണ് ഓസോൺ പാളിക്ക് കൂടുതൽ നാശം വരുത്തുന്നത്? ഏത് ഘടകമാണ്? ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ക്ലോറിൻ എന്ന ഘടകമാണ്. നമ്മുടെ അന്തരീക്ഷത്തിന്റെ ഏതു പാളിയിലാണ് ഓസോൺ പടലത്തിന്റെ 90% ഉള്ളത്? അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ന് ഓർക്കണം കേട്ടോ. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? ഓസോൺ പാളി കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ തന്നെയാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം ഏത്? അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകം CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓസോൺ വാതകത്തിന്റെ നിറം എന്താണ്? ഓസോൺ വാതകത്തിന് നീല നിറമാണ്. അടുത്തത്, മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് സൂപ്പർസോണിക് ജെറ്റ് വിമാനങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? സോറി, അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമുക്ക് പഠിക്കണ്ട കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം, അന്തർദേശീയ, അതിലെ ഉത്തരം തെറ്റായിരുന്നു. അന്തർദേശീയ ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 അന്തർദേശീയ ഓസോൺ ദിനം. സെപ്റ്റംബർ 16 അന്തർദേശീയ ഓസോൺ ദിനം. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രോഗം വിതച്ചത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന പദ്ധതിക്ക് വിളിക്കുന്നത് എന്ത് പേരാണ്? ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്നാണ്. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്നാണ്. എൻ മഗാജെ എന്ന കൃതി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എൻ മഗാജെ എന്ന് പറയുന്ന കൃതി എൻഡോസൾഫാൻ ദുരന്തവുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അംബികാസുധൻ മാങ്ങാട് രചിച്ച കൃതിയാണ്. അംബികാസുധൻ മാങ്ങാട് രചിച്ച കൃതിയാണ്. അടുത്തത്, എൻഡോസൾഫാന്റെ പ്രധാന ഘടകം ഏതാണ്? ഓർഗാനോ ക്ലോറൈഡ് ആണ്. ഓർഗാനോ ക്ലോറൈഡ് ആണ് എൻഡോസൾഫാന്റെ പ്രധാന ഘടകം. മീനമാതാ ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? മീനമാതാ ദുരന്തത്തിന് കാരണം മീത്തൈൽ മെർക്കുറിയാണ്. മീനമാതാ ദുരന്തത്തിന് കാരണം മീത്തൈൽ മെർക്കുറിയാണ്.
ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോയിലാണ്. ഒന്നാം ഭൗമ ഉച്ചകോടി റിയോ ഡി ജനീറോയിൽ നടന്നു. ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ജീവമണ്ഡലത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് വിശേഷിപ്പിക്കുന്നത് ആവാസ വ്യവസ്ഥയെയാണ്. ലോക ഭൗമദിനം എന്നാണ്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ ഉണ്ടാക്കിയ നടപടിക്ക് വിളിക്കുന്ന പേര് എന്താണ്? ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു. എന്താണ്? ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാണ്. അടുത്തത്, ക്ലോറോഫ്ലൂറോ കാർബൺ ഉൽപാദനം കുറയ്ക്കുന്നതിനുള്ള തീരുമാനം ഏത് അന്താരാഷ്ട്ര സമ്മേളനമാണ് കൈക്കൊണ്ടത്? ആ സമ്മേളനത്തിന്റെ പേര് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്നാണ്. എന്താണ്? മോൺട്രിയൽ പ്രോട്ടോകോൾ. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കുമേൽ ചുമത്തുന്ന കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയത് ഏത് രാജ്യമാണ്? ഏത് രാജ്യമാണ്? ന്യൂസിലൻഡ് ആണ്. അടുത്തത്, ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം നിയന്ത്രിക്കുന്ന ഉടമ്പടിയായ ക്യോട്ടോ പ്രോട്ടോകോൾ ഒപ്പുവെച്ച വർഷം എന്നാണ്? ഒപ്പുവെച്ചത് 1997 അടുത്തത്, കോപ്പ് 21. എന്താണ്? കോപ്പ് 21 എന്തുമായി റിലേറ്റഡ് ആണ്? കോപ്പ് 21 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം. കോപ്പ് 21 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം. IUCN എന്ന് പറയുന്നത് എന്ത് സംഘടനയാണ്? IUCN ഒരു പ്രകൃതി സംരക്ഷണ സംഘടനയാണ്. IUCN ഒരു പ്രകൃതി സംരക്ഷണ സംഘടനയാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മേധാ പട്കർ ആണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കർ ആണ്. മേധാ പട്കർ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് ആണ്. മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേര് എന്താണ്? SPCA എന്നതാണ്. വേൾഡ് വൈഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം എന്താണ്? ഭീമൻ പാണ്ഡയാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന് വിളിക്കുന്ന പേര് എന്ത്? അപ്പിക്കോ പ്രസ്ഥാനം എന്നതാണ്. പരമ്പരാഗത കൃഷി രീതികളുടെയും വിത്തിനങ്ങളുടെയും സംരക്ഷണത്തിന് നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ആരാണ്? നവധാന്യ ആരുടെയാണ്? വന്ദന ശിവ. നവധാന്യ ആരുടെയാണ്? വന്ദന ശിവ. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ചത് ആര്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആരംഭിച്ചത് വൻകാരി മാതായി ആണ്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് ചിപ്കോ പ്രസ്ഥാനമാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ചിപ്കോ തന്നെ പറയാട്ടോ. ഇനി ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിപ്കോ പ്രസ്ഥാനം വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം ഏതാണ്? പശ്ചിമഘട്ടമാണ്. ഒരു ഇക്കോളജിക്കൽ സ്പോട്ടിന് ഉദാഹരണമായിട്ടുള്ള പ്രദേശം പശ്ചിമഘട്ടം. പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റിയുടെ പേര് എന്താണ്?
ഗാഡ്ഗിൽ കമ്മിറ്റി എന്നാണ്. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം എന്നാണ്? കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. ആഗോളതാപനത്തിന് കാരണമായ പ്രധാന വാതകം ഏത്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പരിസ്ഥിതി പ്രസ്ഥാനല്ലേ. അപ്പൊ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടത് ഇതാണ് കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കുറച്ച് കൂടുതൽ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നമുക്ക് ഇനി പഠിക്കാം. കാരണം അധികം ദിവസം ഇല്ലല്ലോ. അപ്പൊ എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക, ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ. വീട്ടിലൊരു മരണം നടന്ന കാരണമാണ് ടീച്ചർക്ക് എന്താ പറയാ കൂടുതൽ പോയിന്റുകൾ ഉൾക്കൊള്ളിക്കുക. എന്നാലും മാക്സിമം ടീച്ചർ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ക്ലാസ് പോകരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏതായാലും അടുത്ത ദിവസങ്ങളിലും ടീച്ചർ എത്ര ബുദ്ധിമുട്ടിയിട്ടായാലും നിങ്ങളുടെ 18-ാം തീയതി വരെയുള്ള ക്ലാസ്സുകൾ അത് മുടക്കം വരുത്താതെ ടീച്ചർ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ.